എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 2ാമത്തെ സർഗത്തിലെ 38 മുതൽ 43 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. അതിൽ 38, 39, 40, 41 എന്നീ ശ്ലോകങ്ങൾ അനുഷ്ടുപ്പ് വൃത്തത്തിലും 42ാമത്തേത് വംശസ്ഥം വൃത്തത്തിലും 43ാമത്തേത് പുഷ്പിതാഗ്രവൃത്തത്തിലുമാണ് വരണത്. അവസാനത്തെ 2 ഈ സർഗം അവസാനിക്കുകയാണ്. 43 ശ്ലോകങ്ങളെ കൊണ്ട് ഈ ഒരു സർഗം തീരുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ സർഗത്തിനെ വെച്ച് നോക്കുമ്പോൾ 2ാമത്തെ സർഗം വളരെ ചെറുതാണ്. 1ാമത്തെ സർഗത്തിൽ ഏതാണ്ട് 100ഓളം ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു. ഇത് 43, അതിൻ്റെ പകുതി പോലും ഇല്ല. അപ്പോൾ ഒരു കഥ പറഞ്ഞ് നിർത്തുമ്പോഴാണ് ഓരോ സർഗങ്ങളും തീർക്കണത്. നമുക്ക് ആദ്യം 38ാമത്തെ ശ്ലോകം നോക്കാം. ഇത്യുക്ത്വാ ഭഗവാൻ ബ്രഹ്മാ തത്രൈവാന്തരധീയത തദസ ശിഷ്യോ ഭഗവാൻ മുനിർ വിസ്മയമായയൗ. ഇങ്ങനെ ശ്രീരാമൻ്റെ കഥകൾ എഴുതാൻ പ്രേരിപ്പിച്ചുകൊണ്ട്, അതായത് ഇനി ഈ ഒരു കാവ്യം എവിടെ നിന്നുണ്ടായി, എങ്ങനെയാണ്, അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല, ഇനി രാമൻ്റെ കഥ എഴുതിയാൽ മതി എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മാവ് പോയി എന്നാണ് പറയണത്. അതാണ് ഇത്യുക്ത്വ, ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ ബ്രഹ്മദേവൻ തത്രൈവ അന്തരധീയത, അവിടെ തന്നെ നിന്ന് കാണാനില്ലാതെയായി, അപ്രത്യക്ഷമായി തീർന്നു. ബ്രഹ്മാവ് ബ്രഹ്മലോകത്തേക്ക് മടങ്ങിപ്പോയി. തതസ ശിഷ്യോ ഭഗവാൻ മുനിർ വിസ്മയമായയൗ. തഥ, അപ്പോഴാകട്ടെ, സ ശിഷ്യോ ഭഗവാൻ മുനി, ശിഷ്യന്മാരോടുകൂടിയ വാൽമീകി മഹർഷി വിസ്മയം ആയയൗ, ഭയങ്കര അത്ഭുതത്തെ പ്രാപിച്ചു. അത്ര നേരവും ഇല്ലാതിരുന്ന ഒരു അത്ഭുതം മുനിയെ ബാധിക്കാൻ തുടങ്ങി. പെട്ടെന്നാണല്ലോ എല്ലാം സംഭവിച്ചത്. നദിയിൽ പോയിട്ട്, തമസാ നദിയിൽ പോയിട്ട് കണ്ട കാഴ്ച, അതിനുശേഷം കുളിയും സന്ധ്യാവന്ദനവും കഴിഞ്ഞ് തിരിച്ചു പോന്ന ഉടനെ തന്നെ ബ്രഹ്മാവിൻ്റെ വരവ്, അനുഗ്രഹം, നന്നായിട്ട് കാവ്യം രചിക്കാൻ പറ്റട്ടെ എന്നുള്ള നല്ല വാക്കുകളൊക്കെ പറയൽ, അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ബ്രഹ്മാവ് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതൊക്കെ കൂടി കണ്ടിട്ട് വാൽമീകിക്ക് വളരെയധികം അത്ഭുതമായി. അതാണ് സശിഷ്യോ ഭഗവാൻ മുനി വിസ്മയം ആയയൗ. ഇതൊക്കെ കണ്ടിട്ട് ഭഗവാൻ മുനി എന്നുള്ളത് കൊണ്ട് വാൽമീകി മഹർഷി അത്ഭുതത്തെ പ്രാപിച്ചു. ഇനി 39ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയണതെന്ന് നോക്കാം. തസ്യ ശിഷ്യാസ്തത സർവേ ജഗുശ്ലോകമിമം പുനഃ മുഹുർമുഹുഃ പ്രീയമാണാ പ്രാഹുശ്ച ഭൃശവിസ്മിതാഃ. ഇനി അതിനുശേഷം ഒരു ശ്ലോകം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതി സമാഹ എന്നുള്ളൊരു ശ്ലോകം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതാകട്ടെ എന്ത് ചെയ്തു? തസ്യ ശിഷ്യാഹ തതഃ തസ്യ ശിഷ്യാഹ തത, അതിനുശേഷം തസ്യ, അദ്ദേഹത്തിൻ്റെ, അതായത് വാൽമീകിയുടെ, ശിഷ്യാഹ ശിഷ്യന്മാർ. എത്ര ശിഷ്യന്മാർ? സർവേ ശിഷ്യാഹ, എല്ലാ ശിഷ്യന്മാരും. ആദ്യം ഒരു ഭരദ്വാജൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ആശ്രമത്തിലേക്ക് വന്നപ്പോൾ മറ്റ് ശിഷ്യന്മാരും ഉണ്ട്. ഭരദ്വാജൻ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെ ഭരദ്വാജൻ്റെ വാക്കുകൾ കേട്ടിട്ട് മറ്റെല്ലാ ശിഷ്യന്മാരും കൂടിയിട്ടിരുന്ന് എന്ത് ചെയ്തു? പുനഃ ഇമം ശ്ലോകം ജഗു, വീണ്ടും വീണ്ടും ആശ്രമത്തിലിരുന്നു കൊണ്ട് ഈ ശ്ലോകം ചൊല്ലാൻ ആരംഭിച്ചു. അതായത് ഈ മാനിഷാദ എന്നുള്ള ശ്ലോകം ഉറക്കെ ഉറക്കെ വളരെ ഭംഗിയായിട്ട് എല്ലാവരും കൂടി ചൊല്ലാൻ ആരംഭിച്ചു എന്നർത്ഥം. അതാണ് സർവേ ജഗു, എല്ലാവരും ചൊല്ലി. പാട്ടുപാടി എന്നാണ് ജഗു എന്നുള്ളത് കൊണ്ട് ഗാനം ചെയ്തു, പാട്ടുപാടി എന്നർത്ഥം. എന്നിട്ട് മുഹുർമുഹുഃ പ്രീയമാണാഹ പ്രാഹുശ്ച ഭൃജവിസ്മിതാഹ, പിന്നെയും അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അവർ അത്ഭുത പരതന്ത്രരായി എന്നാണ് പറയണത്. മുഹു, വീണ്ടും വീണ്ടും പ്രിയമാണാഹ, വീണ്ടും വീണ്ടും സന്തുഷ്ടരായിട്ട് എന്ത് ചെയ്തു? ഭൃശവിസ്മിതാഹ പ്രാഹുശ്ച, അത്യന്തം വിസ്മയത്തോടു കൂടി പിന്നെയും ആ ശ്ലോകങ്ങൾ ചൊല്ലുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ശ്ലോകം അവരുടെ കയ്യിൽ, ശിഷ്യന്മാരുടെ കയ്യിൽ കിട്ടിയതോട് കൂടിയിട്ട് അവർക്ക് വളരെയധികം സന്തോഷമായി. അവരിങ്ങനെ എല്ലാവരും കൂടി ചൊല്ലി പരിശീലനം നടത്താൻ തുടങ്ങി എന്നാണ് പറയണത്. അത് എങ്ങനെയുള്ളതായിരുന്നു ആ ശ്ലോകം എന്നാണെങ്കിൽ ഒന്നുകൂടി എടുത്തു പറയാണ്. 40ാമത്തെ ശ്ലോകത്തിൽ സമാക്ഷരൈശ്ചതുർഭിര്യൈഃ പാദൈർഗീതോ മഹർഷിണ സോനവ്യാഹരണാത് ഭൂയ ശ്ലോകത്വമാഗത. സമാക്ഷരൈഃ ചതുർഭിഃ സമാക്ഷരൈഃ, 4 വരികളുണ്ട്. 4 വരികളിലും ഒരേപോലെയുള്ള അക്ഷരങ്ങൾ ധാരാളമായിട്ടുള്ളതും. അതാണ് സമാക്ഷരൈഹി. ചൊല്ലുമ്പോൾ ഒക്കെ വളരെ ഒരേപോലെയാണ്. ചെറിയ ചെറിയ ഗുരു ലഘു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും
32 അക്ഷരങ്ങളെ കൊണ്ട് 8 അക്ഷരങ്ങൾ വീതം അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സമാക്ഷരം 8 അക്ഷരം, അതിൽ ഗുരു ഉണ്ടാവാം, ലഘു ഉണ്ടാവാം, മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം, എന്നാലും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നതും. പാദൈഹി യൈഹി പാദ, അങ്ങനെ സമാക്ഷരങ്ങളോട് കൂടിയ പാദങ്ങളോട് കൂടിയതും. മഹർഷിണ ഗീത, മഹർഷിയാൽ വാൽമീകി മഹർഷിയാൽ പാടപ്പെട്ടതുമായ ആ ശ്ലോകം. അത് പാടപ്പെട്ടത് ശ്ലോകമല്ല ശോകമാണെന്നാണ് ഇവിടെ പറയണത്. സോനുവ്യാഹരണാത് ഭൂയ ശോക ശ്ലോകത്വമാകത. അങ്ങനെയുള്ളതായ ആ ശ്ലോകം ഉണ്ടായി വന്നത് ശോകത്തിൽ നിന്നാണ്. അതായത് ഈ ശ്ലോകമായി മാറിയത് അദ്ദേഹത്തിൻ്റെ ശോകം തന്നെയാണ്. അതാണ് ഭൂയ ശോക ശ്ലോകത്വമാകത. അനുവ്യാഹരണാത് ഭൂയ അനുവ്യാഹരണാത് സഹ ശോക ശ്ലോകത്വം ആഗത. പക്ഷിയുടെ മരണം കൊണ്ടുണ്ടായ ശോകം ശ്ലോകരൂപത്തിലാവുകയാണ് ഉണ്ടായത് എന്നർത്ഥം. അങ്ങനെയുള്ള സുന്ദരമായിട്ടുള്ള ആ ശ്ലോകം എല്ലാ ശിഷ്യന്മാരും പാടി പഠിച്ചു അത്രേ. എന്നിട്ട് പറയാണ് 41ാമത്തെ ശ്ലോകത്തിൽ, തസ്യ ബുദ്ധിരിയം ജാത മഹർഷേർഭവിതാത്മന കൃത്സ്നം രാമായണം കാവ്യമീദൃശൈകരവാണ്യഹം. അങ്ങനെ ഈ ശ്ലോകങ്ങൾ ഇങ്ങനെ കുട്ടികൾ ചൊല്ലണത് കണ്ടപ്പോൾ മഹർഷിക്ക് വാൽമീകിക്ക് ഒരു തോന്നലുണ്ടായി. തസ്യ ഇയം ബുദ്ധി ജാത, തസ്യ മഹർഷേഹേ ഭവിതാത്മനഃ തസ്യ മഹർഷേഹേ ഇയം ബുദ്ധി ജാത. അങ്ങനെ ഈ രാമായണ കഥ അങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുന്നവനായ ആ മഹർഷിക്ക്, ആ മഹർഷിയുടെ മനസ്സിൽ ഇപ്രകാരം ഒരു ബുദ്ധി വന്നു ഭവിച്ചു. എന്ത് ബുദ്ധിയാണ് വന്ന് ഭവിച്ചത് എന്നാണെങ്കിൽ, രാമായണം കാവ്യം ഈദൃശൈഹി കരവാണി ഈദൃശൈഹി അഹം കരവാണി, ഇങ്ങനെയുള്ള ഈ വരികളെ കൊണ്ട് കൃത്സ്നം രാമായണം കാവ്യം, കൃത്സ്നം സമ്പൂർണമായിട്ടുള്ള രാമായണ കാവ്യം ഞാനിതാ രചിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു തോന്നൽ വാൽമീകിയുടെ മനസ്സിലും ഉണ്ടായി. അങ്ങനെ രാമായണം എഴുതാനുള്ള പുറപ്പാടാണ്. അതിനെ പറ്റിയിട്ട് വാൽമീകി തന്നെ പറയാണ് 42ാമത്തെ ശ്ലോകത്തിൽ. ഉദാരവൃത്താർത്ഥപദൈർമനോരമൈഃ തദാസ്യ രാമസ്യ ചകാര കീർത്തിമാൻ സമാക്ഷരൈ ശ്ലോകശതൈർയശസ്വിനോ യശസ്കരം കാവ്യം ഉദാരദർശന. ഇത് വംശസ്ഥവൃത്തത്തിലുള്ളതാണ്. കുറച്ചൊരു ദൂരാന്വയമുള്ളതായ ശ്ലോകമാണ്. പക്ഷേ അർത്ഥം മനസ്സിലാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ഉദാരവൃത്താർത്ഥപദൈഹി മനോരമൈഹി, ഉദാരമായ വൃത്തത്തെ അല്ലെങ്കിൽ ചരിതത്തെ, ഒരാളുടെ കഥയെ വർണ്ണിക്കുന്നതായ പാദങ്ങൾ, വാക്കുകൾ, വരികൾ ഒക്കെ ചേർന്നതായ അതെങ്ങനെയുള്ളതായിരുന്നു? മനോരമൈഹി. അപ്പോൾ മനോരമൈഹി ഉദാരവൃത്താർത്ഥപദൈഹി തദാ അസ്യ രാമസ്യ യശസ്കരം കാവ്യം ചകാര. ആ രാമൻ്റെ തദാ അങ്ങനെ മനസ്സിലുറപ്പിച്ചിട്ട് അതിനുശേഷം അസ്യ രാമസ്യ ആ രാമൻ്റെ യശസ്കരം കാവ്യം, രാമന് വളരെ യശസ്സുണ്ടാക്കുന്നതായ കാവ്യം കീർത്തിമാനായിട്ടുള്ള ആ വാൽമീകി രചിച്ചു. ഇതിലെ പല പദങ്ങളും പലതിനോടും ചേർന്ന് നിൽക്കേണ്ടതാണ്. കീർത്തിമാൻ എന്നുള്ളത് കവിയുടെ വാൽമീകിയുടെ വിശേഷണമാണ്. ഉദാരദർശന എന്നുള്ളതും വാൽമീകിയുടെയാണ്. ഉദാരമായ ദർശനങ്ങളോട് കൂടിയ നല്ല കഴിവുള്ളവനായിട്ടുള്ള കീർത്തിമാനായിട്ടുള്ള വാൽമീകി ശ്രീരാമൻ്റെ അസ്യ രാമസ്യ യശസ്വിനോ അസ്യ രാമസ്യ, വളരെ യശസ്വിയായിട്ടുള്ള ആ രാമൻ്റെ കഥ, യശസ്കരമായിട്ടുള്ള കാവ്യം എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്? സമാക്ഷരൈഹി ശ്ലോകശതൈഹി ഉദാരവൃത്താർത്ഥപദൈഹി മനോരമൈഹി. 1ാമത്തെ വരി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അന്വയം വരുന്നത് 3ാമത്തെ വരിയിലാണ്. തുല്യമായ അക്ഷരങ്ങളോടും വർണ്ണങ്ങളോടും ഒക്കെ വിന്യസിച്ച് വച്ചിട്ടുള്ളതായ ശ്ലോകശതൈഹി 100 കണക്കിന് ശ്ലോകങ്ങളെ കൊണ്ട് യശസ്വിയായിട്ടുള്ള ആ രാമൻ്റെ യശസ്കരമായിട്ടുള്ള കാവ്യം, അത് രാമന് മാത്രം യശസ്സുണ്ടാക്കുന്നതല്ല, വായിക്കുന്നവർക്കൊക്കെ യശസ്സുണ്ടാക്കുന്നതായ ആ കാവ്യം ഉദാരദർശനനും കീർത്തിമാനുമായ വാൽമീകി മഹർഷി രചിച്ചു എന്നർത്ഥം. അതാണ് ചകാര എന്നുള്ളതാണ് ക്രിയ. അപ്പോൾ ദൂരാന്വയം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നം ഇതിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ലളിതമായിട്ടുള്ള വാക്കുകളായതുകൊണ്ട് നമുക്ക് അന്വയിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് മാത്രം. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. അതോടുകൂടി ഈ 2ാമത്തെ സർഗം തീരുകയാണ്.
തദുപഗതസമാസസന്ധിയോഗം സമമധുരോപനതാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസശ്ച വധം നിശാമയധ്വം. എന്നിട്ട് ശിഷ്യന്മാരോട് പറയണത് പോലെയാണ് ഇവിടെ എഴുതിയേക്കണത്. തദുപാഗത സമാസ സന്ധിയോഗം. ഈ കാവ്യം എഴുതുമ്പോൾ അവിടെ വാക്കുകളുടെ ചേർച്ച അതൊക്കെ വേണമല്ലോ. അതാണ് സമാസവും സന്ധിയുമൊക്കെ കൂടിച്ചേർന്നതായ അങ്ങനെയുള്ളതായ കഥ. മാത്രമല്ല സമമധുരോപനതാർത്ഥ വാക്യബദ്ധം, മധുരമായ ഉപനതമായ അർത്ഥങ്ങളോടുകൂടിയ വാക്യങ്ങളാൽ ബന്ധിപ്പിച്ചത്. സമം നല്ല രസകരമായത്, സമമായിട്ടുള്ളത്, തുല്യമായിട്ടുള്ളത് എന്നൊക്കെ അർത്ഥം പറയാം. അതുപോലെ മധുരമായ, ഒരുപോലെ, ഒരു കഥയ്ക്ക് ഒരു വ്യത്യാസമില്ല, എല്ലാം ഒരുപോലെ മധുരമാണ്, അങ്ങനെയും പറയാം. സമ മധുര ഉപനത, മധുരമായിട്ടുള്ള അർത്ഥങ്ങൾ ഇങ്ങനെ കിനിഞ്ഞു വരുന്നതായ കഥകൾ, അങ്ങനെയുള്ള വാക്യങ്ങളെ കൊണ്ട് ഉപനിബന്ധിപ്പിച്ചിട്ടുള്ളതായ അങ്ങനെയുള്ളതായ കാവ്യം. അതാണ് താദൃശം രഘുവര ചരിതം. അങ്ങനെയുള്ളതായ രഘുവരൻ ശ്രീരാമൻ്റെ ചരിതം എങ്ങനെയുള്ളതാണത്? മുനിപ്രണീതം, മുനി വാൽമീകി മഹർഷിയാൽ പ്രണീതമായിട്ടുള്ള ആ രഘുവര ചരിതം. പിന്നെ എങ്ങനെയുള്ളതാണ്? ദശശിരസശ്ചവധം നിശാമയധ്വം. അതിൽ ശ്രീരാമൻ്റെ കഥ മാത്രമൊന്നുമല്ല. ദശശിരസ എന്ന് പറഞ്ഞാൽ 10, ദശശിരാഹ എന്ന് പറഞ്ഞാൽ 10 തലയുള്ളവൻ രാവണൻ്റെ വധം കൂടിയുള്ളതായ മുനിപ്രണീതം രഘുവരചരിതം, വാൽമീകി മുനിയാൽ രചിക്കപ്പെട്ടതായ രഘുവരചരിതം രാമായണം. നിശാമയധ്വം, കണ്ടാലും എന്നർത്ഥം, അല്ലെങ്കിൽ കേട്ടാലും. നിശമയധ്വം എന്നല്ല പറയണത്, നിശാമയധ്വം. നിങ്ങളെല്ലാവരും ഇനി സശ്രദ്ധം കേട്ടോളൂ, ഞാൻ പറയാൻ പോണ കഥ രാമായണമാണ് എന്ന് പറഞ്ഞ് ഇവിടെ 2ാമത്തെ സർഗം അവസാനിപ്പിക്കുകയാണ് ചെയ്യണത്. ബാക്കി കഥകൾ, രാമായണത്തിൻ്റെ കഥ തുടങ്ങുന്നത് 3ാമത്തെ സർഗത്തിലാണ്. ഇന്നത്തെ ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഇത്യുക്ത്വാ ഭഗവാൻ ബ്രഹ്മാ തത്രൈവാന്തരധീയത തതസ്സ ശിഷ്യോ ഭഗവാൻ മുനിർവിസ്മയമായയൗ തസ്യ ശിഷ്യാസ്തതഃ സർവേ ജഗുശ്ലോകമിമം പുനഃ മുഹുർമുഹുഃ പ്രീയമാണാഃ പ്രാഹുശ്ച ഭൃശവിസ്മിതാഃ സമാക്ഷരൈശ്ചതുർഭിര്യൈഃ പാദൈർഗീതോ മഹർഷിണാ സോനുവ്യാഹരണാത് ഭൂയഃ ശോകശ്ലോകത്വമാഗതഃ തസ്യ ബുദ്ധിരിയം ജാതാ മഹർഷേർഭവിതാത്മനഃ കൃത്സ്നം രാമായണം കാവ്യമീദൃശൈഃ കരവാണ്യഹം ഉദാരവൃത്താർത്ഥപദൈർമനോരമൈസ്തദാസ്യ രാമസ്യ ചകാര കീർത്തിമാൻ സമാക്ഷരൈഃ ശ്ലോകശതൈർയശസ്വിനോ യശസ്കരം കാവ്യമുദാരദർശനഃ തദുപഗതസമാസസന്ധിയോഗം സമമധുരോപനതാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസശ്ച വധം നിശാമയധ്വം. അങ്ങനെ രാമായണത്തിൻ്റെ ഒരു ആമുഖം എഴുതി വയ്ക്കുകയാണ് ഇവിടെ ചെയ്യണത്. എങ്ങനെയാണത് എഴുതാൻ കാരണം എന്തായിരുന്നു ഉണ്ടായത്, എങ്ങനെയാണ് എഴുതി വന്നത്, ആരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി രാമായണത്തിലേക്ക് ശരിക്ക് കിടക്കുകയാണ്. ദശരഥൻ്റെ കഥകളൊക്കെയാണ് പറയാൻ പോണത്. അങ്ങനെയാണല്ലോ നാരദൻ പറഞ്ഞു കൊടുത്ത കഥ, അങ്ങനെ തന്നെയാണ്. ആ ക്രമമൊക്കെ അങ്ങനെ തന്നെയാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ളതായ സംഭവങ്ങളൊക്കെ കൂടുതൽ പറയേണ്ടി വരും. അവിടെ പറഞ്ഞുല്ലോ, വിദിതവും അവിദിതവുമായിട്ടുള്ള കഥകൾ, രഹസ്യവും പരസ്യവുമായിട്ടുള്ള കഥകളൊക്കെ പറയേണ്ടി വരും. പക്ഷേ അങ്ങ് പറയണതൊക്കെ ശരിയുമാകും. അതാണ് ബ്രഹ്മാവ് വാൽമീകിക്ക് കൊടുത്ത അനുഗ്രഹം. അങ്ങനെ കഥ പറയാൻ പോണത് നമുക്ക് അടുത്ത ദിവസം 3ാമത്തെ സർഗത്തിൽ തുടങ്ങി കേൾക്കാം. സുന്ദരമായിട്ടുള്ള എല്ലാ ശ്ലോകങ്ങളും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.